Hi, I am 𝐉𝗵𝘁 from IILT. In this video, we are going to discuss how to make an interpersonal relationship with the patient. ഓക്കെ, നമുക്കറിയാം നമ്മുടെ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റിൽ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ ആണുള്ളത്, ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയക്കകത്ത് വരുന്ന 4 പോയിൻറ്റ്സും നമുക്ക് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഹൗ യു പ്രൊനൗൺസ്, ഹൗ ദ ഫ്ലുവൻസി, ഓക്കെ, ഹൗ യുവർ ആക്സെൻറ്റ് ആൻഡ് ഹൗ ദ ഇൻ്റലിജിബിലിറ്റി. ഓക്കെ, പക്ഷേ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനകത്ത് about the feeling, okay, like how to make a relationship. Okay, first one relationship building ആണ്. Okay, then incorporating the patient perspectives and understanding. Okay, നമ്മൾ പേഷ്യൻ്റെ കൺസേൺസ് അറിഞ്ഞ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഷോസ് യുവർ എമ്പതി. ഓക്കെ, സോ നമ്മുടെ ഇമോഷണൽ ഫീലുകളെല്ലാം വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയാസ് ആണ്. ഓക്കെ, സോ അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമുക്കിപ്പോൾ ചില കേസിൽ നമുക്ക് ടാസ്ക് കാണും, സജസ്റ്റ്, ഓക്കെ, സജസ്റ്റ് എ സോഷ്യൽ വർക്കർ for the patient family. Okay, so അല്ലെങ്കിൽ suggest an orthopedician for patient condition. Okay, so that is your role, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് to suggest a specialist for the patient. Okay, so നമുക്ക് for example you can consult an orthopedician എന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് പറയാം I can suggest an orthopedician for you, you don't worry, I can arrange. Okay, I can arrange a consultation. Okay, so that give you, നിങ്ങളും പേഷ്യൻറ്റും തമ്മിലുള്ളൊരു റാപ്പോ അത് ഇൻക്രീസ് ചെയ്യും. ആ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ നിങ്ങളുടെ വോയിസ് അസസ് ചെയ്യുന്ന ആൾക്ക് ഓക്കെ ദിസ് കാൻഡിഡേറ്റ് ഈസ് ഏബിൾ ടു കൺവിൻസ് ദ പേഷ്യൻറ്റ് ഇൻ എ പ്രോപ്പർ വേ, ഓർ നമ്മളുടെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. IILT, it's my cup of tea.